അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ കയറി വന്നിട്ടേ ആദ്യം ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഈ പരസ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഇടയ്ക്കുള്ള സമയത്തൊക്കെ ഒരു കുക്കറിൻ്റെ പരസ്യമായിരുന്നേ. ഇപ്പം ഞാനിത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയപ്പോൾ വെറുതെ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആവാം. ഇന്ന് കുറച്ച് കളറായിക്കോട്ടെ അല്ലേ. കാണാൻ നല്ല മൊഞ്ചാണ്, കഴിക്കാൻ അതീവ ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്ക് ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈസി ആട്ടോ, കഴിക്കാനും അതീവ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ മതി, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ. ഒരു പാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാഷ്യൂ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നെയ്യിൽ കിടന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റിയേക്കാവേ. ഇനി അതേ സെയിം നെയ്യിൽ തന്നെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ക്യാരറ്റും ബീറ്റ്റൂട്ടും പൊതുവെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ കഴിക്കാൻ മടിയാണല്ലോ അല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ വെറൈറ്റി ഡിഷൊക്കെ ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പിന്നെയും നമ്മളോട് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ അല്ലേ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. ഒരുപാട് മധുരമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരത്തക്ക വിധം നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പോളം പാലാട്ടോ വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവ് അനുസരിച്ചിരിക്കും കേട്ടോ, പാലും പഞ്ചസാരയുടെയൊക്കെ അളവ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഇരിപ്പുണ്ടെങ്കിൽ ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഫ്ലെയിം ഒന്ന് ലോ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ക്യാരറ്റ് പാലിലും പഞ്ചസാരയിലും കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാകണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതേ പരുവം വരെ കുക്കായിട്ട് വരണം കേട്ടോ, വറ്റി വരണ്ട് വരണേ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലോണം തന്നെ വറ്റി വരണ്ട് വരണം, എങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്, ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കണമെന്ന്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫായി കൊടുത്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാവേ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും FB പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.